ഹായ് എവരിവൺ, ഇന്ന് പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 37ാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇന്നും 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആഴ്ച മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്സ് പഠിച്ചു തുടങ്ങും. ഓക്കെ, ഫിസിക്സ് നെക്സ്റ്റ് വീക്ക് നമ്മൾ പഠിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ടാസ്കിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ എക്സാം നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വീക്ക് വീഡിയോ ടാസ്കിന്റെ എക്സാമും നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിഗ്രഹ ആരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർക്കുന്നതിനായി ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? ആര്യ സമാജം സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. അതിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെക്കുക. ചിലപ്പോൾ ലക്ഷ്യങ്ങളും ചോദിക്കും. വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്തു തുടങ്ങിയത്? ആര്യ സമാജം സ്ഥാപിച്ചത്. നെക്സ്റ്റ് നോക്കാം. ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുന്നതിനും സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആര്? രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. സാധാരണ അങ്ങനെ ആയിരിക്കും. സാധാരണ ചോദ്യം വരികയാണെങ്കിൽ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് ആര് അത്രേ ചോദിക്കുള്ളൂ. പക്ഷെ ചിലപ്പോൾ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പം ഈ ഒരു ലക്ഷ്യം കൂടി ചോദിക്കും. അതാണ് ഇവിടെ അതും കൂടെ കൊടുത്തത്. എന്തിനാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർക്കുന്നതിനും സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. ഓക്കെ, ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ. ഓക്കെ, ആത്മാറാം പാണ്ഡുരംഗ്. നെക്സ്റ്റ് നോക്കാം. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ഓക്കെ, ആനി ബസന്റ് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത്. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണമായിരുന്നു. ഓക്കെ, ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ട തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. ഹിതകാരിണി സമാജ സ്ഥാപകൻ. ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? വീരേശലിംഗമാണ്. വീരേശലിംഗമാണ് ഹിതകാരിണി സമാജത്തിന്റെ സ്ഥാപകൻ. വീരേശലിംഗം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ. സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകനാണ് ചോദിച്ചത്. ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെയാണ് സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ. ജ്യോതിബ ഫൂലെ. നെക്സ്റ്റ് നോക്കാം. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്ത് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തുകൊണ്ട് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ് നോക്കാം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയ പ്രസ്ഥാനം. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരം നടത്തിയ പ്രസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. ഹിതകാരിണി സമാജമാണ്. ഓക്കെ, ഹിതകാരിണി സമാജമാണ് വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തിയത്. ഹിതകാരിണി സമാജം. നെക്സ്റ്റ് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരണത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ എന്ന പത്രം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ എന്ന പത്രം എവിടെ നിന്നായിരുന്നു പ്രസിദ്ധീകരിച്ചതെന്നാണ് ചോദിച്ചത്. ബംഗാളിൽ നിന്നായിരുന്നു. ഓക്കെ, ബംഗാളിൽ നിന്നായിരുന്നു സുലഭ് സമാചാർ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. നെക്സ്റ്റ് നോക്കാം. സുലഭ് സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. സുലഭ് സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കേശബ് ചന്ദ്ര സെൻ ആണ്. ഓക്കെ, കേശബ് ചന്ദ്ര സെൻ ആണ് സുലഭ് സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. കേശബ് ചന്ദ്ര സെൻ. നെക്സ്റ്റ് നോക്കാം. സംവാദ് കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. സംവാദ് കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ് സംവാദ് കൗമുദി. നെക്സ്റ്റ് നോക്കാം. മിറാത്തുൽ അക്ബർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ.
മിറാത്തുൽ അക്ബർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ രാജാ റാം മോഹൻ റോയ് ആണ്. ഓക്കെ, രാജാ റാം മോഹൻ റോയിയുടെ പത്രമാണ് മിറാത്തുൽ അക്ബർ. നെക്സ്റ്റ് നോക്കാം, സംവാദ് കൗമുദി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? രാജാ റാം മോഹൻ റോയിയുടെ പത്രമാണ് സംവാദ് കൗമുദി. അത് ഏത് ഭാഷയിലായിരുന്നു എന്നാണ് ചോദിച്ചത്. ബംഗാളി ഭാഷയിലായിരുന്നു. ഓക്കെ, സംവാദ് കൗമുദി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ബംഗാളി ഭാഷയിലായിരുന്നു. നെക്സ്റ്റ് നോക്കാം, ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വർഷം. ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്നത് 1878 ലിട്ടൺ പ്രഭു ആണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം വന്നത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അത് ഏത് വർഷമാണ് എന്നൊന്നും കൂടെ ഓർത്തു വെക്കുക, 1878. നെക്സ്റ്റ് നോക്കാം, ഹിന്ദു, സ്വദേശി മിത്രൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ. ഹിന്ദു, സ്വദേശി മിത്രൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഓക്കെ, ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഹിന്ദു, സ്വദേശി മിത്രൻ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ. ജി സുബ്രഹ്മണ്യ അയ്യർ. നെക്സ്റ്റ് നോക്കാം, കേസരി, മറാത്ത എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലക്. ഓക്കെ, കേസരി, മറാത്ത എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലകാണ്. നെക്സ്റ്റ് നോക്കാം, ബംഗാളി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ബംഗാളി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഓക്കെ, സുരേന്ദ്രനാഥ ബാനർജിയാണ് ബംഗാളി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. സുരേന്ദ്രനാഥ ബാനർജി. നെക്സ്റ്റ് നോക്കാം, വോയിസ് ഓഫ് ഇന്ത്യ എന്നത് ആരുടെ പത്രമായിരുന്നു? വോയിസ് ഓഫ് ഇന്ത്യ എന്നത് ആരുടെ പത്രമാണ്? ദാദാഭായ് നവറോജിയുടെ പത്രമായിരുന്നു വോയിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, വോയിസ് ഓഫ് ഇന്ത്യ, ദാദാഭായ് നവറോജി. നെക്സ്റ്റ് നോക്കാം, ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഫർദുൻജി മർസ്ബാൻ. ഓക്കെ, ഫർദുൻജി മർസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ, ഫർദുൻജി മർസ്ബാൻ. നെക്സ്റ്റ് നോക്കാം, ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഓക്കെ, ഷോം പ്രകാശ് എന്ന പത്രം സ്ഥാപിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. നെക്സ്റ്റ് നോക്കാം, ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. ഓക്കെ, ആനി ബസന്റിന്റെ പത്രങ്ങളാണ് ന്യൂ ഇന്ത്യയും കോമൺവീലും. നെക്സ്റ്റ് നോക്കാം, യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് മഹാത്മാ ഗാന്ധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആര്? വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ആര്? ലാല ലജ്പത് റായ് ആണ്. ഓക്കെ, വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാല ലജ്പത് റായ് ആണ്. നെക്സ്റ്റ് നോക്കാം, നാഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. നാഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, നാഷൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെ. നെക്സ്റ്റ് നോക്കാം, താഴെ കൊടുത്തവയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രം. താഴെ കൊടുത്തവയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രം ഏതാണ്? അൽ ഹിലാൽ എന്നതാണ്. ഓക്കെ, അൽ ഹിലാൽ ആണ് താഴെ കൊടുത്തവയിൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രം. അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. വീഡിയോ ടാസ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്